ഓക്കെ, പത്രമാൻ്റെ ഒരു പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമിക രേവതി ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. എന്നിട്ട് അനാമിക പറയുന്നുണ്ട്, ഇത് എത്ര നേരമായി നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്, അനക്കം പോയിട്ട് ഒരൊച്ച പോലും കേൾക്കുന്നില്ല. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന അമ്മേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതേ സമയത്ത് നമ്മുടെ നയനയും ആദർശം പരസ്പരം രണ്ടുപേരും ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 41 ദിവസം കഴിയുമ്പോൾ ഹണിമൂൺ പോകാമെന്ന് ആദർശ് പറഞ്ഞ കാര്യമൊക്കെ ഓർത്ത് നയന ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദർശ് നയനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. അതേസമയം അബി നവ്യനെ തകർത്ത് സ്നേഹിക്കുകയാണ്. അതിനിടയ്ക്ക് അബിക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട്. ദൈവം എത്രയും നേരമായിട്ട് ഇവൾക്ക് ഒരു ഇതുമില്ലേ, ഈ കുടിച്ചിട്ടൊന്നും ഇവളുടെ അകത്തോട്ടല്ലേ പോയത്, കുഞ്ഞിനെന്താ ഒന്നും പറ്റാത്ത എന്നൊക്കെ ഓർത്തിങ്ങനെ വെപ്രാളത്തിൽ അറിയാണ്ട് അബി ചോദിക്കുവാണ്, അല്ല നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം നവ്യ പറയുകയാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അബി പിന്നെയും ചോദിക്കുവാണ്, അല്ല വല്ല ഉരുണ്ടുകയറ്റോ അങ്ങനെ എന്തേലും, കുഞ്ഞ് ചവിട്ടുമോ എന്തേലും ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ഇത് കുറേ നേരം കേട്ട് ദേഷ്യം വന്നിട്ട് നവ്യ പറയാണ്, ഇതുവരെ ദൈവം അനുഗ്രഹിച്ച് അങ്ങനെയൊന്നുമില്ല, ഇനിയിപ്പോൾ ചവിട്ടിയാലും കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പം എന്നെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഞാനങ്ങ് സഹിക്കും എന്നിങ്ങനെ പറയും കേട്ടോ. അത് ചോദിക്കുകയാണ്, നീ ഇത് കുറേ നേരമല്ലോ ചോദിക്കാൻ തുടങ്ങിയിട്ട്, ഇതന്നെ പിന്നെ ഇങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുക കേട്ടോ നവ്യ. അപ്പോൾ അബി പെട്ടെന്ന് കാല് മാറി പറയുകയാണ്, അത് വേറെ ഒന്നും കൊണ്ടല്ല, നീ ഇന്ന് പുറത്തുനിന്ന് നോൺ വെജൊക്കെ കഴിച്ചല്ലോ, അതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഓർത്ത് പേടിച്ചിട്ട് ചോദിച്ചാ എന്നിങ്ങനെ പറയുക കേട്ടോ. ഇതുപോലെ തന്നെ ജലജ അവിടെ ഇരുന്ന് ചിന്തിക്കുക, അവൾക്ക് കൊണ്ട് കലക്കി കൊടുത്ത പാൽ കുടിച്ചിട്ട് ഇതുവരെ ആ കുഞ്ഞ് ചത്തില്ലേ, ഇതെന്ത് കുഞ്ഞായത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ദേഷ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ദേവയാനി മുറിയിൽ ജയനോട് കിടന്നുറങ്ങാൻ നേരത്ത് ആകെ വേദന കൊണ്ട് പൊളയുവാണ്. എന്നിട്ട് ചാടി എഴുന്നേറ്റിട്ട് പറയാണ്, ജയേട്ടാ എനിക്ക് തീരെ വയ്യ, എനിക്ക് വയ്യ, ഒട്ടും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഒച്ച വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. ആ സമയത്ത് ജയൻ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയാണ്, അയ്യോ തന്നെ നല്ലപോലെ വേർക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ദേവയാനി പറയാണ്, വേർക്കുന്ന മാത്രമല്ല നല്ല തലവേദനയുണ്ടെന്ന് പറയുമോ. അങ്ങനെ ജയൻ പയ്യെ ദേവയാനിയും കൂട്ടി താഴോട്ട് ഇറങ്ങും കേട്ടോ. ആ സമയത്ത് ഇത് കണ്ട അനാമിക അമ്മയോട് പറയുന്നുണ്ട്, ദേവമേ നോക്കി എന്നിങ്ങനെ പറയാം കേട്ടോ. അവർ രണ്ടും ഇങ്ങനെ നോക്കുമ്പോൾ ജയൻ താങ്ങി പിടിച്ചുകൊണ്ട് വരും കേട്ടോ നമ്മുടെ ദേവയാനീനെ. അപ്പോൾ പെട്ടെന്ന് രേവതി ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ചേട്ടാന്ന് ചോദിക്കുമ്പോഴേക്കും, എന്ത് പറ്റിയെന്നറിയില്ല, ഇയാൾക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു 2 ദിവസമായിട്ട്, തീരെ വയ്യാണ്ടിരിക്കുമായിരുന്നു, ഇപ്പം പിന്നെയും വയ്യാണ്ടായി എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ദേവയാനിക്ക് ഇങ്ങനെ ഓക്കാനിക്കാൻ വരും കേട്ടോ. പെട്ടെന്ന് ജയൻ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ ദേവയാനി അടുത്തുള്ള സിങ്കിൽ പോയി കുറേ ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുക. അത് കഴിഞ്ഞ് ദേവയാനിനെ പിടിച്ച് ഇങ്ങനെ ഇരുത്തുക കേട്ടോ ജയൻ. ആ സമയത്ത് അനി ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, വല്യമ്മേ എന്തു പറ്റി എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട് അനാമികയോട്, മോളെ പോയൊന്ന് പുറമൊക്കെ ഒന്ന് തടവി കൊടുക്കുക എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് അനി ഓടി ചെല്ലുക കേട്ടോ ആദർശിൻ്റെ മുറിയിലോട്ട്. ആദർശ് നല്ല ഉറക്കമാണ്. വാതിലെ തട്ടി വിളിച്ചെഴുന്നേൽപ്പിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ആദർശേട്ടാ വലിയമ്മയ്ക്ക് തീരെ വയ്യാന്ന് പറയുക. ഇത് കേൾക്കുമ്പോഴേക്കും ആദർശ് ആകെ ഞെട്ടിയിട്ട് പറയുകയാണ്, അയ്യോ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ ഓടി താഴോട്ട് ചെല്ലുക കേട്ടോ. അങ്ങനെ ആദർശ് വന്ന് അമ്മ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴും ദേവേനി ഇങ്ങനെ പകുതി മയക്കത്തിലായി പോവുക കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ഒന്നുമില്ല വയ്യ എന്നുള്ള രീതിയിൽ പറയുവാണ്. പെട്ടെന്ന് അവരെല്ലാം കൂടെ പിടിച്ച് നമ്മുടെ ദേവയാനീനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവാണ്. നയനയും വരുന്നുണ്ട് കേട്ടോ. നയനം വന്നിട്ട് അമ്മേ എന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് എല്ലാവരും കൂടെ ദേവയാനീനെ പയ്യെ വണ്ടിയിലോട്ട് കയറ്റുവാണ്. അങ്ങനെ അവരെല്ലാം കൂടെ ഹോസ്പിറ്റലിൽ പോവാണ്. പോയി കഴിയുമ്പോഴേക്കും ജലജയും അനിയും രേവതിയും അനാമികയും കൂടെ അവിടെ നിൽക്കുവാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അനിയോട് എല്ലാവരും പറയുകയാണ്, അവളല്ലേ ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നേ, ഹണിമൂണിന് അമ്മായിയമ്മ വിടാത്ത ദേഷ്യത്തിന് വല്ലതും കലക്കി കൊടുത്തു കാണുമെന്ന് രേവതിയും ജലജയും കൂടെ പരസ്പരം പറയുക കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും അനി പറയുകയാണ്, അതെൻ്റെ അമ്മായി, അതെൻ്റെ സ്വന്തം വല്യമ്മയാണ്, എന്തേലും ആർക്കെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒരാൾ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോഴല്ല ഇങ്ങനത്തെ വർത്തമാനങ്ങളൊക്കെ പറയേണ്ടത് എന്ന് ദേഷ്യപ്പെട്ട് പറയുക കേട്ടോ. ആരും പിന്നെ ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും ആകെ ചമ്മി നാണം കെട്ട് പോവുക കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അവരെല്ലാം കൂടെ ദേവയാനിയും കൂട്ടി ഹോസ്പിറ്റലിൽ എത്തുവാണ്. പെട്ടെന്ന് ദേവയാനീനെ എല്ലാവരും സ്ട്രക്ചറിലോട്ട് കയറ്റി ICUലോട്ട് കൊണ്ടുപോവാണ് കേട്ടോ. ആദർശനാകെ വിഷമമാവുകയാണ്. അമ്മ എന്നൊക്കെ കുറേ വിളിക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴേക്കും അനാമികയും അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് രേവതി പറയുകയാണ്, എന്ത് ചെയ്യാനാ, അതെടുത്ത് അവർ കുടിച്ചെന്നാ തോന്നുന്നേ, പ്ലാനെല്ലാം തെറ്റിച്ചു എന്നിങ്ങനെ പറയുക കേട്ടോ. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് ജലജ കേൾക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുവാണ്, കൂടിപ്പോയി കഴിഞ്ഞാൽ 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടക്കും, അത്രയ്ക്ക് നല്ല വിഷമാണ് എന്നിങ്ങനെ പറയുമ്പോഴേക്കും ചെറുതായിട്ട് ടെൻഷൻ അടിച്ച് അനാമി ചോദിക്കും, അമ്മേ തട്ടിയെങ്ങാനും പോവോ? അപ്പോഴേക്കും രേവതി പറയുകയാണ്, തട്ടിയൊന്നും പോയാലും നമ്മളൊന്നും അറിഞ്ഞിട്ടും ഇല്ല കേട്ടിട്ടും ഇല്ല, ഇവിടെ എല്ലാം പാചകം ചെയ്യുന്ന നയനയല്ലേ, അവളുടെ തലയിലോട്ട് തന്നെ അങ്ങ് ഇട്ടേക്കുക,
ഒന്നും അറിയാത്ത പോലെ നിൽക്കുക, അത്രേ ചെയ്യാനുള്ളൂ എന്നിങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്കും ഇതെല്ലാം മാറി നിന്ന് കേട്ടിട്ട് ജലജ മനസ്സിൽ പറയാണ്, ഓ ഇങ്ങനെ രണ്ടെണ്ണങ്ങൾ നാണുമില്ല പരസ്പരം കുറ്റപ്പെടുത്താൻ, ഒരു കഴിവും ഇല്ലാത്തതുങ്ങൾ. എങ്ങനെയാണോ ഇവരെ ഹോസ്പിറ്റലിലാക്കിയത്, ആക്കണ്ടവരോട്ട് ആക്കിയുമില്ല, ചുമ്മാ അമ്മയും മോളും കൂടെ ഓരോ ഐഡിയ ഒപ്പിച്ചുകൊണ്ടിരിക്കുക എന്നിങ്ങനെ പറയുക കേട്ടോ. അത് കഴിയുമ്പോൾ ജലജ പയ്യെ ഫോണെടുത്ത് അബീനെ വിളിക്കുവാണ്. അബിയാണെങ്കിൽ ഇവക്കെന്തോ ഇതുവരെ ഒരു കുഴപ്പമില്ലാത്തതെന്ന് ഓർത്ത് ഉറങ്ങാണ്ടിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമായിരുന്നു കേട്ടോ. കഴിഞ്ഞ് ചിലരുടെ അടുത്ത് നിന്നിട്ട് പറയണം, അമ്മ എന്നെ പറ്റിച്ചതാണോ, അവൾക്കൊരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുമുണ്ടെന്ന് പറയാം. അപ്പോഴേക്കും ജലജ ചോദിക്കുകയാണ്, അപ്പം നീ ഇവിടെ ഉണ്ടായ ബഹളമൊന്നും കേട്ടില്ലേ? എനിക്ക് തോന്നുന്നത് അവൾക്ക് കുടിക്കാൻ വെച്ചിരുന്ന പാലെടുത്ത് ഇടത്തി കുടിച്ചെന്നാണ്. ചേട്ടൻ 2 ദിവസമായിട്ട് അവർക്ക് ക്ഷീണമാണ്, പോഷകാഹാരം കഴിക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പറയുന്നത് കേട്ടിട്ടായിരിക്കും അവരവിടെ ഇരുന്ന പാലെടുത്ത് കുടിച്ചെന്ന് എനിക്ക് തോന്നുന്നേ. ഇപ്പം അതേ അവരെയും കൊണ്ട് ആശുപത്രി പോയേക്കുക എന്നിങ്ങനെ പറയട്ടോ. അപ്പം അബി പറയണം, ഓ അപ്പം ആ പ്ലാനും പൊളിഞ്ഞോ? അപ്പോഴത്തേക്കും ജലജ പറയണം, പ്ലാൻ പൊളിഞ്ഞു, പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് വെച്ചാൽ ഇനി 2 ആഴ്ചത്തേക്ക് അവരുടെ ശല്യമില്ല, അവരെന്തായാലും ഹോസ്പിറ്റലിൽ കിടന്നോളും എന്നിങ്ങനെ പറയും. അപ്പോഴേക്കും അബി ചോദിക്കുകയാണ്, അതുകൊണ്ട് നമുക്കെന്താ ഗുണം, നമ്മൾ വിചാരിച്ച കാര്യം വല്ലതും നടക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ജലജ പറയാണ്, നിനക്ക് മാത്രമല്ല എനിക്കും നല്ല ബുദ്ധിമുട്ടുണ്ട്, അതിലേറെ ബുദ്ധിമുട്ടാണ് ഈ ഐഡിയയും കൊണ്ട് വന്നവർക്ക്, അവരതിലേ കൂടെ നടപ്പുണ്ട്. അവർ തന്നെ എന്തെങ്കിലും ചെയ്തോളും, നീ ഇപ്പോൾ തൽക്കാലം പോകാൻ നോക്കുമെന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് അബി തിരിച്ച് മുറി വരുമ്പോഴേക്കും നവി ചോദിക്കുകയാണ്, നീ ഇതെവിടെ എഴുന്നേറ്റ് പോയതാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി ഒന്നും അറിയാത്ത പോലെ ചോദിക്കുകയാണ്, അപ്പം നീ ഇവിടുത്തെ ഒച്ചയും ബഹളം ഒന്നും കേട്ടില്ലേ? അമ്മായിക്ക് തീരെ വയ്യ, എല്ലാവരും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവി പറയാണ്, ഓ എനിക്ക് കേട്ടപ്പോൾ വിഷമമൊക്കെ ഉണ്ട്, എങ്കിലും ഇത് അവർക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണ്. നയനയുടെ ആദർശേട്ടൻ്റെ ട്രിപ്പ് മുടക്കാൻ വേണ്ടി ഓരോരോ കാര്യങ്ങളുണ്ടാക്കിയതല്ലേ, ദൈവം ഇതൊക്കെ കാണാതിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് കിടക്കാം എന്നിങ്ങനെ അബി പറയുമ്പോഴേക്കും അബി ചെറുതായിട്ട് പറയുന്നുണ്ട്, എന്തോ ഫുഡ് കഴിച്ചതിൻ്റെയാന്ന് എനിക്ക് തോന്നേ, നയനയാ വല്ലതും കലക്കി കൊടുത്തോന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയുമ്പോഴേക്കും നവി പറയാണ്, എന്നെ സ്നേഹിക്കുന്നതെന്ന് വെച്ച് നീ ആവശ്യമില്ലാത്തൊന്നും പറയരുത്, അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് കിടക്കുക കേട്ടോ. കിടക്കാൻ നേരത്ത് നവ്യ വീണ്ടും സ്നേഹത്തോടെ അബിയെ കെട്ടിപ്പിടിക്കാൻ നേരത്ത് അബിക്ക് ഇപ്പം കലി വരും കേട്ടോ. അബി പറയണം, കൈയെടുത്ത് മാറ്റുമെന്ന് ചോദിക്കുക. അപ്പോഴേക്കും നവ്യ ചോദിക്കുകയാണ്, അതെന്താ നീ ഇപ്പം ഇങ്ങനെ പറയുന്നത്, ഇത്രയും നേരം ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോഴേക്കും അബി പെട്ടെന്ന് പറയാണ്, അത് മാല ഇട്ടേക്കുന്ന കാര്യം ഞാൻ ഇടയ്ക്ക് മറന്നു പോകും, ഓർമ്മ വരുമ്പോൾ അത് തെറ്റിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയും കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്ന ആദർശിനെയാണ്. ആദർശാകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്